ഹൈമവതി കൃഷിയിലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരിട്ട് കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ചേന മുളച്ചിട്ടുണ്ട്. ഒരു ചേന മുളച്ചിട്ടുണ്ട് കണ്ട. ഈ മുളച്ച ചേന കണ്ട മുളച്ചിട്ടുണ്ട്. ഇത് ഞാൻ നടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചാൽ അത് ഇല നടുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇല നടുന്നു വെച്ചാൽ ഇതിൽ പിന്നെ ഈ ആദ്യം ചകിരീൻ്റെ ഇതെടുത്തിട്ട് അടിയിൽ വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ ചളിപ്പറ്റി ഈ വെള്ളം ചാക്കുന്നങ്ങ് പുറത്ത് പോകാൻ വിഷമാകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ട് വെക്കുന്നത്. എന്നാൽ ചളിയായിട്ട് വരില്ല. ഇതിങ്ങനെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിതിങ്ങനെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല. ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ നിരത്തി വെച്ചു. ഈ ചാക്കിൽ ഇതിങ്ങനെ നിരത്തി വെച്ചു. കണ്ടില്ലേ? അതുകൊണ്ടോ ഇത് കണ്ടില്ലേ? ഇത് കല്ലുമിൽ വെക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മേലെ ഞാനിങ്ങനെ നിരത്തി വെച്ചു. ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇതിൻ്റെ അടിയിൽ എന്നാ വാരിയുണ്ട് വെച്ചാൽ കുറച്ച് കരിയില ഞാൻ വാരിയുണ്ട്. കരിയില അടാ, ഈ കരിയില അടാ. ഇതെന്നാ വെച്ചാൽ ഇത് പിന്നെ പൊന്നാകണ്ണി ചീരി ഉപ്പിലേൻ്റെ ചപ്പും കൂടി ഉള്ളതാണ് കേട്ടോ. ഇത് ഉണങ്ങിയതാണ്. ഞാൻ ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇതിപ്പോൾ ഞാൻ അതിൽ വാരി നിറക്കട്ടെ. ഇതും കൂടി ചേന നടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ചേനയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വളം കൊടുത്തിട്ട് തന്നെ നടണം. ആ വളമില്ലാതെ എൻ്റെ അനുഭവം ഞാൻ ആ പാടെ ചീര കാണുന്നുണ്ട്. അപ്പം പൊരിച്ച ചീരേൻ്റെ അകത്ത് ഞാൻ വളവിടാണ്ട് നട്ടു. അപ്പോൾ അത് നന്നായില്ല. മറ്റേ ഇപ്പം ഞാനൊരു ചാക്കിൽ നിറച്ച് നട്ടത് നല്ല ഉഷാറായിട്ട് വരുന്നു. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നട്ടതാണ്. കണ്ടോ? ഇതേപോലെ നിറക്കുക. ഇതുപോലെ നിറച്ചിട്ട് ഈ കുത്തി നല്ലോണം നിറക്കണം. കണ്ടോ? ഇതുപോലെ നിറക്കുക. ഇത് നല്ല വളമാണ്. ഇത് നല്ല ഉപ്പിലേൻ്റെ ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ചപ്പാന്ന്. പിന്നെ ഇതും പിന്നെ പൊന്നാങ്കണ്ണി ചീരേൻ്റെ നല്ല വളമായിട്ട് ഇതും ഉണ്ടായാൽ നല്ല ചേനയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ചാക്കിൽ നിറയെ നമുക്ക് എടുക്കാം. അതിനാണ് ഞാനിത് നടുന്നത്. നല്ലപോലെ പണിയെടുത്താൽ മാത്രമേ നമ്മൾ നട്ടുന്ന കാര്യമില്ല. നടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വളവും കൊടുക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ വീടുന്ന പണിയെല്ലാം ചെയ്തു കൊടുത്താൽ മാത്രമേ നടുന്നതിന് ഗുണമുണ്ടാവില്ല. അല്ലെങ്കിൽ നടുന്നതിൻ്റെ ഗുണം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ നടുന്നു വെച്ചാൽ ഇത് കണ്ടില്ലേ? ഈ വശലച്ചീര നല്ല അടിപൊളി വള. ഇത് കണ്ട, ഈ വശലച്ചീര എന്ന് പറയുന്നത് നല്ല അടിപൊളി വളമാണ്. ഇഷ്ടംപോലെ നല്ല വളമാണ്. ഇതിപ്പോൾ ഞാൻ തറച്ചിട്ട് ഇടണം. ഇത് കണ്ട, ഇങ്ങനെ ഇടാൻ കഴിയില്ല. ഇങ്ങനെ തരിക്കട്ടെ. ഇങ്ങനെ തറച്ചിട്ട് ഇത് ഇടുക. ഉണ്ടല്ലേ? ഇത് ഇടുക അടിയിൽ. ഇത് നല്ല വള. ഇത് തന്നെ ഉണ്ടായാൽ മതി. അത്ര നല്ല വള. ഇത് നല്ല ഇത് ഇട്ടു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നടുന്നു വെച്ചാൽ നമ്മളെ പേഷം പൂട്ടില്ലേ, അതിൻ്റെ ഒരുപാട് അരിഞ്ഞെടുക്കാനുണ്ട്. താണത് ഒരുപാട് സ്ഥലത്തേക്കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനെന്തും എടുത്തു, കുറച്ച് അതെടുത്തിട്ട് വേണ്ട, അതെടുത്തിട്ട് അരിഞ്ഞിട്ട് ഇങ്ങെടുത്തു. നല്ല തോലായി. ഇത് നല്ല വളമായി, നല്ല വിറ്റാമിൻസ് ഉള്ള സാധനമായി. ഇതും കൂടി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വളത്തിന് നല്ല ഒരു ഇതാണ്. ഉണ്ടല്ലേ? ഉണ്ടല്ലോ. ഇതിപ്പം ഇതിങ്ങനെ തന്നെ ഇതും ഭാര്യയുടെ അമർക്കട്ടെ. ഇത് അമർത്തിട്ടാകുമ്പോൾ എന്നാൽ ഇതിൽ വേണ്ട വെച്ചാൽ ഇതിപ്പം കണ്ടില്ലേ? ചാക്കിൽ നട്ടാലെന്ന് വെച്ചാൽ നമുക്ക് കൊത്തിക്കളക്കണ്ടെന്നേ ഉള്ളൂ. ഇതിനും പണിയെല്ലാം ഉണ്ട്. ഇതിനും വെള്ളമെല്ലാം കൊടുക്കണം. വളമെല്ലാം കൊടുക്കണം. ഇനി നമ്മൾ നിലത്ത് കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ വളം കൊടുക്കണം. നിലത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അത്ര കൊടുത്തിട്ടില്ലെങ്കിൽ അതവർ വലിച്ചെടുത്തോളും. മറ്റുള്ളവരെ വളർത്തുന്നതായാലും അതവർ എടുത്തിട്ട് അവരെ കാര്യം നടത്തും. ഇതിപ്പം അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം കണ്ടില്ല, ഇത്ര പരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഞാൻ ലേശം ചാരം ഇടട്ടെ. ഇത് ലേശം അമിഞ്ഞ് കിട്ടിക്കോട്ടെ. അതിന് ഈ പച്ച തോലിന് കുറച്ച് ചാരം കൂടി ഇടുന്ന വേഗം വളമായി കിട്ടിക്കോളും. ഈ ചാരം ഇങ്ങനെ ഇട്ടാൽ ഉണ്ടാ ഇതേപോലെ ഇതിൻ്റെ മേലെ കുറച്ച് ചാരം ഇടുക. കുറച്ച് കണ്ടില്ലേ? ഇതേപോലെ ചാരം ഇടുക. അതിന് ശേഷം ഈ കുറച്ചും കൂടി ഈ ചപ്പുണ്ട്, ഇപ്പം കരിയിൽ ചപ്പുണ്ട്, അതും കൂടി അതിൻ്റെ മേലെ ഇട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ചീഞ്ഞു പോകില്ല. വിത്ത് മറ്റേ പച്ചച്ചപ്പാകുമ്പം
ചിലപ്പോൾ ചളിപ്പറ്റോടെ വന്നിട്ടുണ്ട് വെള്ളം നനക്കുമ്പോൾ ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിന് പറ്റി തട്ടി തരും. അതിനാണ് ഞാൻ കുറച്ചും കൂടി ഉണക്കച്ചപ്പീൻ്റെ മേലെ വെക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വെച്ചു. ഇതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് അമ്മിയ സായലെത്തുവേ. ഇപ്പം അത്രേ ഉള്ളൂ, തേച്ച് അമിയേണ്ടതാണ് സാധനം. കണ്ടില്ലേ, ഇത് കാണും പോലെയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച്, ഇതിൻ്റെ മേലെയും കൂടി കുറച്ച് ഇതിട്ടേ. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതും കൂടി കുറച്ച്. ഇതിനിപ്പോൾ നമ്മൾ ഇതെന്നൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ ഈ പോട്ടയും മിശ്രിതാണ് ഇടാൻ പോകും. പോട്ടയും മിശ്രിത ഇടാനാ പോകും. ഇവിടെ ഇടിയാൻ കൊണ്ടുവച്ചിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ കുറച്ച് ഇടട്ടെ. കുറച്ച് ഇത് വളവും കോട്ടയും മിശ്രിതായത് കണ്ടില്ലേ, വളയിലാക്കി വെച്ച കോട്ടയും മിശ്രിതാണ്. ഇനി ചപ്പെല്ലാം വാരിയിട്ടിട്ട് അവിടെ അമിച്ച് വെച്ചതാണ്. എന്നാന്ന് വെച്ചാൽ ഈ വളം വേഗം വളമായി കിട്ടാൻ മതി. കണ്ട തോലെല്ലാം കണ്ട, ഇതേപോലെ തോലെല്ലാം ഇട്ടിട്ട് എടുത്ത് വെച്ച വളമാണ് ഇതില്ലേ. ഞാനത് അരി വാരിയിട്ടിട്ട് കുറച്ച് ഉണക്ക ചപ്പും എല്ലാം വാരിയിട്ടിട്ട് തോല് പോലെ ആക്കിയിട്ട് കാളയെല്ലാം പറിച്ചിട്ട് അതിൽ വാരിയിട്ടിട്ട് നിറച്ച് വെച്ചതാണ് നടാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് വെണ്ണീരും കൂടി ഇടാം. കണ്ടില്ലേ, ഈ വെണ്ണീരിട്ടാൽ നല്ലതാണ്. അധികം പുഴുവ കാണങ്ങളെല്ലാം പോയിക്കോളും. കീടങ്ങൾ കുറച്ച് കുറയും ഈ ചാരത്തിന്, അങ്ങനെയുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടി ഞാൻ ഇതിട്ടേ. ചേന നല്ലോണം നന്നാവണം, അതിനാണ് ഞാൻ ഇത്രയും ഇടി. കണ്ടില്ലേ, ഇതാ നല്ലോണം ഉഷാറായിട്ട് വരട്ടെ. നല്ലപോലെ ചേന, ഇതായാലും വെറും തോല കണ്ട, തോലും വളമാണ് ഇത്. കണ്ട നല്ല വളമാണ് ഇത്. നല്ലോണം നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, എന്നാലേ നന്നായി കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ പച്ചവളവും കൂടി വന്നു, ഉണക്ക് കരിയില വന്നു, കാട് വന്നു, പിന്നെ പൊന്നാങ്കണ്ണി ചീരേൻ്റെ ഇത് വന്നു. ഇതെല്ലാം കൂടി ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് ഞാനെന്താ എടുക്കുന്നത് വെച്ചാൽ, ഇത് ഞാൻ ഇതിൻ്റെ നടുക്ക് വെച്ച് നട്ടേ. കണ്ട ഇതേപോലെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നട്ട് കൊടുക്കാം. മുള വന്നിട്ടുണ്ട്, ഇനി നല്ല ഉഷാറായിട്ട് വന്നോളും. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ നട്ട് കൊടുത്തു. ഇതാ ഉണ്ടാ. ഇനിയിപ്പം ഇത് ഇവിടെ നിലത്ത് വിട്ട് വെക്കട്ടെ. കണ്ട ഇത് ഇവിടെ വെക്കട്ടെ. അത് പയ്യെ എടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് വെക്കാം. അങ്ങോട്ട് മാറ്റി വെക്കണം. ആ കാടെല്ലാം വഴക്കിയിട്ട് വേണം അങ്ങോട്ട് മാറ്റി വെക്കാൻ. ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ, എല്ലാവരും ഓരോരോ കൃഷി ഓരോരോ ചാക്കിലായിട്ട് ഓരോരോ ഇങ്ങനെയുള്ള കാടുകളെല്ലാം കളയാതെ കൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ട് ഓരോന്നിലായിട്ട് നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ഏതാ വിജയം കാണുന്നത് നോക്കുക. നിങ്ങൾ തന്നെ നട്ടു നോക്ക്. എന്നിട്ട് അതിൽ നിങ്ങൾ കണ്ടിട്ട് അതിലുള്ള കൃഷി നിങ്ങൾ ചെയ്യാൻ നോക്ക്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നേരം. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കണം. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണണം. അതാണ് റെക്കമെൻഡേഷൻ കിട്ടാത്തത്. ഇല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പോയാൽ നമ്മൾ ആൾ കുറച്ചേ കണ്ടിട്ടില്ലെങ്കിലും റെക്കമെൻഡേഷൻ പോയിട്ട് ആൾ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അതിപ്പോൾ ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പിന്നെ ഈ സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ആൾ കാണാതെ റെക്കമെൻഡേഷൻ പോകാതെ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണല്ല. ആരാ കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ നോക്കണം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.